നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് ആൻസർ പറയുന്നില്ല. പിന്നെ ഒന്ന് രണ്ടാൾക്കാർ നല്ലത് പറഞ്ഞിട്ടുണ്ട്, ഷാജി നെഗറ്റീവ് ഒന്നും നോക്കണ്ട, നീ നിൻ്റെ വഴിക്ക് നിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് പൊക്കോ എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഷർഫലി എന്തായി. ഷർഫലി എന്തായെന്ന് വെച്ചാൽ ഷർഫലിൻ്റെ പണിയിൽ അവന് ദുബായിലാണ്, അവൻ്റെ പണിയുണ്ട്, ഞാൻ എൻ്റെ പണി ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അവനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവനെ കല്യാണം കഴിച്ചതോ കാര്യങ്ങളോ അവനെ കല്യാണം കഴിച്ചോ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിലായാലും പിന്നെ താലിമാർ ഓരോരുത്തർക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയേണ്ടി വന്നു. അതുകൊണ്ട് എന്നിട്ട് ഇപ്പം വീണ്ടും അവനെക്കുറിച്ച് തന്നെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇനി ഇവിടെ അങ്ങോട്ട് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം ആ ചാപ്റ്റർ ഞാൻ അവിടെ ക്ലോസ് ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇനി അതിനെക്കുറിച്ച് ആരും വേവലാതിപ്പെടണ്ട. പിന്നെ ചോദിച്ചിരിക്കുന്നത് കല്യാണം ഉണ്ടാവും, കല്യാണം ഇല്ലേ എന്നെല്ലാം ചോദിക്കുന്നത്. അതെല്ലാം പഠിച്ചുകൊണ്ട് കയ്യിലാണ്, എനിക്കറിയില്ല ഒന്നും. പിന്നെ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഷാജിദ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചില കാര്യങ്ങൾ എനിക്കെന്തോ ഇതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു വരണം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഷാജിദ പറഞ്ഞതുപോലെ തന്നെ ഷാജിദക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നെഗറ്റീവ്സ് വരാനുള്ള കാരണം ഷാജിദ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ടും അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഒരുപാട് നെഗറ്റീവ്സ് ഷാജിദയ്ക്ക് നേരിടേണ്ടി വന്നത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ആരും സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടോ ആരും ഒന്നും പറയില്ലല്ലോ. നമ്മൾ ഒരുപാട് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ പബ്ലിക്കായിട്ടുള്ള അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് പറയും. ആ പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയുന്ന സമയത്ത് ഇപ്പം എന്താണ് നമ്മൾ പറയുന്നതെല്ലാം മറ്റൊരാൾ കേൾക്കുന്ന രീതി വേറൊരു രീതിയായിരിക്കും. നമ്മൾ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാതെ ആയിരിക്കും നമ്മൾ പറയുന്നത്, പക്ഷേ അത് കേൾക്കുന്നവർ വേറൊരു രീതിക്കായിരിക്കും കേൾക്കുന്നത്. അത് പിന്നെ പലരിലോട്ടും പോയി അത് വലിയ ഇഷ്യൂ ആയിട്ട് മാറും. അങ്ങനെയാണ് ഷാജിദൻ്റെ കാര്യത്തിൽ ഇത്രയും പ്രശ്നങ്ങളാവാൻ കാരണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കൂ. പൈസ ആരും പറ്റിക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ അങ്ങനെ പൈസ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അറിയാം എന്താ സംഭവം ഏതാണെന്നില്ല. അപ്പോൾ അതിൽ കടിച്ചു തൂങ്ങിയിട്ട് ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം. കൂടുതലായിട്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് Q&A വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഷർഫലി ഞാനായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ അവൻ നിൻ്റെ കാമുകനല്ലേ, അവൻ നിൻ്റെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അവൻ എൻ്റെ ആരോ ആയിക്കോട്ടെ, അവൻ ആരോ ആയിരുന്നിരിക്കാം, പക്ഷേ അതൊന്നും എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിനെ കൊട്ടി ആഘോഷിച്ച കുറേ ആൾക്കാരുണ്ട്. കൊട്ടി ആഘോഷിച്ചിട്ട് റിയാക്ഷൻസ് വീഡിയോസ് ചെയ്ത ആൾക്കാർ അതുപോലെ തെറ്റിദ്ധാരണൻ്റെ രൂപത്തിൽ കൊണ്ടെത്തിച്ചതൊക്കെ അവരാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ പറയാനുള്ളത്? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അയാൾ അങ്ങനത്തെ കൂടുതലായിട്ട് Q&A അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കല്യാണം കഴിക്കുന്നില്ല എന്നെല്ലാം ചോദിച്ചു. കല്യാണത്തിൻ്റെ കാര്യത്തിലേക്ക് എടുത്തിട്ട് ഫുൾ വിവാദങ്ങളാണ്. അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം റിയലി നടക്കുമ്പോൾ എന്തായാലും നിങ്ങൾ പറയാണ്ടിരിക്കുന്നില്ല. ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എന്ത് കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എന്തായാലും പറയും. പിന്നെ എന്താ വേറെ കാര്യം പറയാനുള്ളത്? അത്രയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിങ്ങളായിട്ട് ഓരോ നെഗറ്റീവ്സ് കമൻസിന് എന്താ പറയുക, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് പെണ്ണുങ്ങൾക്ക് കൃത്യം പിടിച്ച പെണ്ണുങ്ങൾ കുറച്ച് ആളുകളുണ്ട്. അവർ എന്ത് കാണിച്ചാലും നെഗറ്റീവായിട്ട് എന്ത് കാണിച്ചാലും അല്ലെങ്കിൽ എന്ത് നമ്മൾ ഇടാലും എൻ്റെ ഇടയിൽ വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ലേ, അങ്ങനെ നടക്കില്ല ഇങ്ങനെ നടക്കില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ നടന്നാലും നിങ്ങൾക്ക് ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അതിൻ്റെ പേഴ്സണലി ഞാൻ എന്ന വ്യക്തിയുടെ ഒരു എൻ്റേതായ ഒരു കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ യൂട്യൂബിലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കമൻസ് ഇടാം. അല്ലാണ്ട് മോശമായിട്ട് നമ്മൾ എവിടെ പോയാലും നീ ഇന്നാളേക്കല്ലേ കാണാൻ പോയി, അല്ലെങ്കിൽ നിന്നെ അവിടെ കണ്ടു ഇവിടെ കണ്ടു അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ലേ? ഫസ്റ്റ് ഒന്നും ഞാൻ ഈ പാലക്കാട് വിട്ടിട്ട് എവിടെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്നുള്ള ഒരു ആരും നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോകണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു നിലയിൽ നമുക്ക് സ്വയം നമുക്ക് ധൈര്യം വരും. അല്ലാണ്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ കാണുന്ന ഓരോ വ്യക്തിയും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പാലക്കാട് ബാംഗ്ലൂർ അവർ പഠിക്കാൻ പോകുന്ന ഓരോ കുട്ടികളുണ്ടാവല്ലോ. അപ്പോൾ അവർക്ക് ഇത്ര ചെറിയ കുട്ടികളാണ്, 10, 17, 18 വയസ്സ് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളൊന്നും ഒന്നല്ല, നമുക്ക് 32 വയസ്സായി നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതുവരെ പേടിയൊന്നും തോന്നിയിട്ടില്ല. ഫസ്റ്റ് യാത്ര ചെയ്യുമ്പോൾ പേടിയുണ്ടായിരുന്നു. പിന്നെ നമ്മളല്ലേ ട്രെയിനിൽ നമ്മൾ കമ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ തിരക്കുള്ള സ്ഥലത്ത് പോയിരിക്കുക, കാരണം ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സംഭവത്തിൽ പോയിരിക്കാണ്ട് ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ കൂടെ പോയിരിക്കുക. അങ്ങനെ കുറേ ആൾക്കാർ കൂടുതലായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ്റ്റി ആയിട്ടിരിക്കുക, കൂടുതലായിട്ട് സേഫ്റ്റി ആയിട്ടിരിക്കുക, പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ പറയുക, നമുക്കൊരു കംഫർട്ട് ആയിരിക്കും. അവരോട് ഫാമിലി ആയിട്ടിരിക്കും. കുറേ ഫാമിലീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരാളായിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യും. പിന്നെ നമ്മൾ ഓരോ ഭാഗത്ത് പോകുമ്പോൾ ഓരോരുത്തരും പരിചയപ്പെടുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെന്താ, അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ. പിന്നെ കുറേ പേര് കല്യാണം കഴിക്കരുത്,
കഴിക്കണ്ട അല്ലെങ്കിൽ കല്യാണം കഴിക്കുക എന്നെല്ലാം പറയുന്നത് ഇതുവരെ ഇവിടെ വരെ നടന്നതെല്ലാം പഠിച്ചോണ്ട് വിധിയാണ്. ഈ വിധി ഇനി ഇവിടെ അങ്ങോട്ടും എന്താണ് പഠിച്ചോണ്ട് എൻ്റെ തലയിൽ എഴുതിയിരിക്കുന്നത് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ മരിക്കുന്നതിനുള്ളിൽ നമ്മുടെ തലയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ ഇവിടെ പോകുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഇനി ഇവിടെ അങ്ങനെ എന്തൊക്കെ എൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് വന്ന് ചെയ്യും. അപ്പോൾ അതിൽ ഇനി എനിക്കൊരു കല്യാണം ഉണ്ടോ അല്ലെങ്കിൽ ഇനി ഒരു വ്യക്തിനായിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പഠിച്ചു മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് ഞാൻ പഠിച്ചു വിട്ടുകൊടുത്തിരിക്കുകയാണ്. പിന്നെ അപ്പോൾ അത്രയ്ക്കുള്ളൂ കാര്യങ്ങൾ, വേറെ ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ ഞാൻ ചാച്ചിനെ കൊണ്ടുവിടാൻ പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ചാച്ചു പനിയായിരുന്നു, പനി മാറി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ക്ലാസ് ഉണ്ട്, അപ്പോൾ വൈകുന്നേരം അമ്മയ്ക്ക് അവനെ കൊണ്ടുവിടാൻ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. Q&Aയിൽ ഒരുപാട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്, പിന്നെ ഓരോരുത്തർ നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്ന് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്താ പറയുക, വേണ്ടാത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിന് മറുപടി എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അപ്പോൾ പിന്നെന്താ, ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസ് ഇടുന്നുണ്ട്, വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, കുക്കിംഗ് വീഡിയോസും അങ്ങനെയായിട്ട് വീഡിയോകൾ ഇപ്പോൾ ഓരോന്നോരോന്ന് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു ടെസ്റ്റും കൂടി ഇപ്പോൾ ഈ മാസം തന്നെ ഡോക്ടർ ഒന്ന് കാണണം. തൈറോയിഡിൻ്റെ ടെസ്റ്റ് ഒന്ന് ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഈ സംഭവം കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കട്ടെ. അപ്പോൾ അത്രയ്ക്കുള്ളൂ, വേറെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെയാണ്. തൈറോയിഡ് കഴിഞ്ഞിട്ട് അപ്പോൾ ചിലർ പറയുന്നത് തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞ ശേഷം തടിക്കും മെലിയും അങ്ങനെയൊക്കെ. എനിക്ക് അങ്ങനെ കാട്ടിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ പൊതുവേ തടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം വെച്ചതിന് ശേഷം നല്ല മെലിഞ്ഞു. പിന്നെ ഇപ്പോൾ കുറച്ച് തടിച്ചു. ഇപ്പോൾ കുറച്ച് നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ടും പിന്നെ കുഴപ്പമില്ലാണ്ട് പോകുന്നതുകൊണ്ടായിരിക്കും ഇപ്പോൾ കുറച്ച് തടിച്ചത്. തൈറോയിഡിൻ്റെ ഒരു സംഭവമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അത്രയ്ക്കുള്ളൂ. എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ പറയാം. അത് ശരിയാണ്. ഷാജിദ എങ്ങനെ നടന്നാലും അത് മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഷാജിദ പറഞ്ഞ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ആളുകൾ അത് ഇപ്പോൾ എന്താ പറയുക, ഷാജിദ ചെയ്ത് കുറച്ച് തെറ്റുകളുണ്ടായിരുന്നു. ആ തെറ്റുകൾ ചെയ്തത് കൊണ്ട് തന്നെ പിന്നെ ഷാജിദ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തവും ആളുകൾ തെറ്റായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ പുള്ളിക്കാർ നല്ലതാണ് ചെയ്യുന്നതെങ്കിലും എല്ലാം നെഗറ്റീവായിട്ടാണ് ആളുകൾ എടുക്കുന്നത്. അപ്പോൾ എനിക്കും നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്, അതിന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാജിദ പറഞ്ഞൊരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഷാജിദൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു, അതുകൊണ്ടാണ് ആളുകൾ അത് നെഗറ്റീവായിട്ട് എടുക്കുന്നത്. അല്ലാതെ ആരും അവർക്ക് ഇഷ്ടപ്രകാരം ഓരോന്ന് ഇതാവുന്നതല്ല. ഷാജിദൻ ഇട്ടുകൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തായി, ആളുകൾ അത് തന്നെ ഏറ്റെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഷാജിദ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അതെല്ലാം തെറ്റ് എന്നുള്ളൊരു ഇതായിപ്പോയി. നല്ല കാര്യങ്ങൾ ചെയ്താലും അത് തെറ്റായി മാറി. ഇപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്, ഷാജിദ പറഞ്ഞതുപോലെ തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനോട് യാതൊരു ഇതുമില്ല. നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മുടെ പേഴ്സണൽ മാറ്ററാണ്. അതൊന്നും ആളുകൾ കുത്തി ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് പലയിടത്തും നമ്മൾ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഭർത്താവ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ മരിച്ചതായിരിക്കും. അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസ് വരുമ്പോൾ ദൂരെ യാത്രകൾക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരു കൂട്ട് ഉണ്ടായി എന്ന് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും. അതിനെല്ലാം നെഗറ്റീവായിട്ട് ആളുകൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഷാജിദ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ബാംഗ്ലൂർ പലയിടത്തും പഠിക്കുന്ന പിള്ളേരൊക്കെ ചെറിയ പിള്ളേരാണ്. 10, 17, 18 വയസ്സായ 20 വയസ്സായ പിള്ളേരൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഞാനും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷാജിദ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ട സാഹചര്യം വന്ന് നമുക്ക് ഒറ്റയ്ക്ക് പോയേ പറ്റുള്ളൂ. അതിനെല്ലാം നെഗറ്റീവ് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഷാജിദൻ്റെ ഭാഗത്തുനിന്ന് കുറേ മിസ്റ്റേക്സ് സംഭവിച്ചു. അതുകൊണ്ടാണ് ആളുകൾ വീണ്ടും ആ ഒരു തെറ്റ് മാത്രമാണ് കാണുന്നത്. നല്ലത് ചെയ്താലും ആ തെറ്റിലേക്കാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഒരുപാട് നെഗറ്റീവ് ഇമേജസ് വന്നു കഴിഞ്ഞു. ഷാജിദയുടെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നെഗറ്റീവ് വന്നതുകൊണ്ടാണ് അവർ ആ ഒരു ഇതിൽ എടുക്കുന്നത്. അപ്പോൾ അത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മറികടക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും ഓരോ ഇൻ്റർവ്യൂവിൽ പോയിട്ടും ഓരോ ഇതിൽ പോയിട്ടും പല പൊട്ടത്തരങ്ങളും വിളിച്ച് പറയുന്ന സമയത്ത് സൂക്ഷിക്കുക. ഷാജിദൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ആരും ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും എടുക്കുന്നത്. ഷാജിദൻ്റെ പറ്റിയ അബദ്ധങ്ങൾ അവർ വീണ്ടും എടുത്ത് ചോദിച്ചാൽ അത് വീണ്ടും അബദ്ധങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അവർ മുക്കാലും ചെയ്തിട്ടുള്ളത്. പല ഇൻ്റർവ്യൂസിലും അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാജിദ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ശ്രദ്ധിക്കാതെ ഒരുപാട് പൊട്ടത്തരങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നേ വിട്ടുപോകും. പിന്നെ നമുക്കത് പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാനും പറ്റില്ല. ഒന്നാമത് പുള്ളിക്കാർ റീച്ച് ആയതുകൊണ്ട് തന്നെ അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഷാജിദ പറയുന്ന കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയും മുന്നോട്ട് വരാവുന്നതേ ഉള്ളൂ. നമ്മൾ പലയിടത്തും പല തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഇതൊക്കെ വീഡിയോസിലൊക്കെ ചെയ്തിട്ട് അതിന് ഇൻ്റർവ്യൂവിലൊക്കെ പലതും പല തെറ്റുകളും പല പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് അത് ഓരോരുത്തരും എടുത്ത സമയത്ത് അത് ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് ഷാജിദയ്ക്ക് വന്നത്. ഇനിയെങ്കിലും ആ 5 മക്കളെ ഓർത്ത് നല്ല രീതിക്ക് വീഡിയോസുകളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നല്ല റീച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് നല്ല റീച്ചായിട്ട് തന്നെ പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരുപാട്
ഒരുപാട് ഇപ്പം നെഗറ്റീവ്സ് പറയുന്നവരിനെ കൊണ്ട് തന്നെ പോസിറ്റീവ് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം. ഇപ്പം എന്തായാലും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ എന്തായാലും തിരുത്താൻ പറ്റാത്ത തെറ്റുകൾ തന്നെയാണ്. അത്രയ്ക്ക് മാത്രം തെറ്റുകളാണ് ഷാജിദയുടെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ മക്കളെ ഓർത്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ പ്രതികരിച്ചതാണ്. ഞാനിപ്പോൾ ഇത് കുറ്റമായിട്ട് പറയാൻ വന്നതല്ല. പുള്ളിക്കാരി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എന്തോ നല്ലതായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള എൻ്റെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.